Yes, welcome back to Race Education. So practical exam എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെ, ഓരോ ബാച്ചിലായിട്ടാണ് പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ചില ബാച്ചിന് ഇപ്പൊ കെമിസ്ട്രി ആണ്, ചില ആൾക്കാർക്ക് ബയോളജി ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണാം, ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. കാരണം കുട്ടികളടുത്ത് നമ്മൾ കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. യെസ്, അപ്പോ നമുക്ക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യം നമുക്കറിയാം, എക്സ്പെക്ട് ചെയ്ത എല്ലാ വർഷത്തെയും അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഇത് നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ എക്സാം ആണല്ലോ ഞാൻ എഴുതാൻ പോകുന്നത്, അത് ഈസി ആയിരിക്കും എന്നുള്ള ഒരു തോട്ടില്ലേ, അത് വരുത്തുക എന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ഡാഷ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് മറ്റൊരു സൊല്യൂഷന്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ഇവിടെ ഒരു വാല്യൂ തരും. 3.6 ആയിരിക്കാം, 4.4 ആയിരിക്കാം, 3.8 അങ്ങനെ ഒരു വാല്യൂസ് അവർ തരും. പല സ്കൂളുകളിലും NaOH ആണ് അവിടെ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. HCl ആയിരിക്കും സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് അപ്പൊ കൊടുത്തിരിക്കുന്നത്. HCl എത്ര ഗ്രാം പെർ ലിറ്റർ ആണ് കണ്ടുപിടിക്കണം. അടുത്തത് ബ്രീഫ്ലി റൈറ്റ് ദ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഫോർ ദ എബോവ് എസ്റ്റിമേഷൻ വിത്തിൻ ദ ഫസ്റ്റ് 5 minutes. അപ്പൊ അസിഡിമെട്രിയോ ആൽക്കലിമെട്രിയോ എന്താണ് തന്നിരിക്കുന്നത്, അതിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും ആദ്യത്തെ 5 മിനിറ്റിൽ എഴുതി. പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഓർമ്മിക്കുകയാണ്, ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. ജസ്റ്റ് അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക, പിന്നെ എന്താ എഴുതുക, ബ്യൂററ്റ് എഴുതുക, പിപ്പറ്റിൽ എന്ത് ചെയ്യുക, പിപ്പറ്റിൽ എന്താണ്, ബ്യൂററ്റിൽ എന്ത് സൊല്യൂഷൻ ആണ്, ഇൻഡിക്കേറ്റർ എന്താണ്, കളർ ചേഞ്ച് എന്താണ്, ബാലൻസ്ഡ് ഇക്വേഷൻ. അല്ലാതെ അരമണിക്കൂർ എഴുതാന്നല്ലോ ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഒരു 5 പോയിന്റ് എഴുതാ കൊടുക്കുക, മാർക്ക് കിട്ടി. അടുത്തത് ഇതാണ്, അനലൈസ് ദ ഗിവൺ സോൾട്ട് ആൻഡ് ഐഡന്റിഫൈ ആൻഡ് കൺഫേം സിസ്റ്റമാറ്റിക്കലി ദ ആനയോൺ ആൻഡ് കാറ്റയോൺ പ്രസന്റ് ഇൻ ഇറ്റ്. 16 മാർക്കിന് ആനയോണേയും കാറ്റയോണേയും ഐഡന്റിഫൈ ചെയ്യലാണ്. ഐഡന്റിഫൈ ചെയ്യണം, കൺഫേം ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് 16 മാർക്ക് കിട്ടില്ല. കേസ് ആകുമ്പോൾ ഏത് ഗ്രൂപ്പ് ആണെന്നും കൂടി ഐഡന്റിഫൈ ചെയ്യണം. അടുത്തത് വൈവയാണ്. 2 മാർക്കാണ് വൈവയ്ക്ക് പറഞ്ഞിരിക്കുന്നത്, 4 മാർക്കാണ് പ്രാക്ടിക്കൽ റെക്കോർഡിന്. വൈവ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫ് ഒന്നും ആയിക്കില്ല. വൈവ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. വൈവ ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഇനി ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നടന്നത്, അവർക്ക് അറിയാവുന്നത് തന്നെയാണ്. 2 questions will be marked, one from section A and another from section B. സെക്ഷൻ എയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ, സെക്ഷൻ ബിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ടീച്ചർ മാർക്ക് ചെയ്യും. അപ്പൊ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടീച്ചർ ആയിരിക്കും അത്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുട്ടിക്ക് സ്ക്രൂ ഗേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഗ്രാഫ് ഒന്നും കൊണ്ടുവരേണ്ട, ഗ്രാഫ് പേപ്പർ ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പൊ സ്ക്രൂ ഗേജ് ആണ് സെക്ഷൻ എയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മക്കളെ ഈ ക്വസ്റ്റ്യനിലൂടെ അനലൈസ് ചെയ്ത് പോകുക, കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ഞാൻ എഴുതാൻ പോകുന്ന പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത് എനിക്ക് അറിയാൻ പറ്റും, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുവരാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ സെക്ഷൻ എയിൽ നിന്ന് സ്ക്രൂ ഗേജും സെക്ഷൻ ബിയിൽ നിന്ന് കോൺവെക്സ് ലെൻസും കോൺവെക്സ് മിറർ ആണെന്ന് തോന്നുന്നു. കോൺവെക്സ് മിററുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി എക്സാം എഴുതാൻ പോകുന്നവരെ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അതേപോലെ മാത്സിന്റെ കാര്യം, മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. നിങ്ങൾക്കറിയാം, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പുതിയ രീതിയിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ സിസ്റ്റത്തിൽ നിങ്ങൾ എക്സാം എഴുതുകയാണ്. പക്ഷേ ആ ഒരു രീതി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു തരാം. ആകെ നോക്കാത്തി ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ചോദ്യങ്ങളായിരിക്കും എന്ന് പറയുന്നുണ്ട്. ചോദ്യങ്ങളുടെ എണ്ണം 6 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ 6 എണ്ണത്തിൽ 4 എണ്ണം മാത്രമായിരിക്കണം ഒരു കുട്ടി അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിലെ 4 പ്രാക്ടിക്കൽ ചെയ്യുന്നത്, സെക്കൻഡ് ഇയർ 4 പ്രാക്ടിക്കൽ, ടോട്ടൽ 8 പ്രാക്ടിക്കൽ ചെയ്യുന്നതിൽ 6 എണ്ണം സെലക്ട് ചെയ്തു തരും അല്ലേ? അപ്പൊ ആ 6 എണ്ണത്തിൽ 4 എണ്ണത്തിന് മാത്രം ആൻസർ മതി. ഒരെണ്ണത്തിന് 8 മാർക്കാണ്. അപ്പൊ 4 × 8 32, 32 മാർക്സ് ആയിരിക്കും പ്രാക്ടിക്കലിന് കിട്ടുക. അതേപോലെ വൈവയുടെ കാര്യവും റെക്കോർഡിന്റെ മാർക്കും പറയുന്നുണ്ട്. 4 മാർക്കാണ് വൈവയ്ക്ക് ലഭിക്കുക, 4 മാർക്ക് റെക്കോർഡിനും ലഭിക്കുന്നുണ്ട്. 40 മാർക്ക് റെഡിയല്ലേ, 40 മാർക്ക്. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ, മക്കൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോടുകൂടി. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ വന്നത്. റെഡിയല്ലേ? അപ്പൊ എക്സാം ഈസി ആയിരുന്നോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി വരുന്ന നിങ്ങളുടെ അടുത്ത ബാച്ചുകാർക്കൊക്കെ വേണ്ട ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. വൈവയ്ക്ക് എന്ത് ചോദ്യമാണ് ചോദിച്ചതെന്നൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ. അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഇനി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ വന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഏകണ്ട ഒരുപാട് വീഡിയോസ് നിങ്ങളെ വീഡിയോസ് അവൈലബിൾ ആണ്. മക്കൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് കാണുക. അതുപോലെ തന്നെ ഏകൺ മാത്രമേ ലൈവായിട്ട് വൈവ ക്വസ്റ്റ്യനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ഒരു ചാനലാണ്. കുറിച്ച് എന്തായാലും കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.